ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കുമ്പളങ്ങ വെച്ചിട്ടുള്ളൊരു നാടൻ മോരുകറിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുമ്പളങ്ങ എല്ലാം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് 1 ഗ്ലാസ് വെള്ളം ഞാൻ പാനിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഈ കട്ട് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം അതിനകത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതൊന്ന് മൂടി വെച്ച് കൊടുത്ത് കുറച്ചൊന്ന് ആവി കയറി വരുമ്പോഴേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഞാൻ ഒന്നുകൂടെ മൂടി വയ്ക്കുന്നുണ്ട്. അതൊന്ന് ഉപ്പും കൂടെ ഒന്ന് പിടിച്ചൊന്ന് കുക്കായതിന് ശേഷം മാത്രമാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി അതൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. അതവിടെ കുക്കായി വരുന്ന ടൈമിൽ നമുക്കത് തന്നെ വേണ്ട അരപ്പും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അരപ്പ് റെഡിയാക്കുന്നതിനായിട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങയും 1 പകുതി പച്ചമുളകും 2 ഉള്ളി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ തേങ്ങയുടെ മിക്സ് നന്നായിട്ട് അരഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവയെല്ലാം കൂടെ ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് അടിച്ചെടുത്തത് നമ്മളിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് തൈരും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. മിക്സിയിലിട്ട് തന്നെയാണ് അടിച്ചെടുക്കുന്നത്. പക്ഷേ ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി, ഒരുപാട് സമയമായിട്ട് അടിക്കേണ്ട. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള മോര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ചൂടാക്കി എടുക്കണം. ഒന്ന് ചൂടായാൽ മതി. മോരുകറി ഒരുപാട് തിളച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. തിളച്ചാൽ ടേസ്റ്റ് പോവും. ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ കടുക് താളിക്കുകയാണ്. അതിനൊരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി, വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് വറുത്ത് കോരുകയാണ്. ഇവയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരു നുള്ളു മതി അതൊന്ന് മൂപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുഞ്ഞുള്ളിയും കൂടെ ചേർത്തൊന്ന് താളിച്ച് കഴിയുമ്പോഴാണ് ശരിക്കും മോരുകറിയുടെ ടേസ്റ്റ് വരിക. അപ്പോൾ നമ്മളിങ്ങനെ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കടുക് താളിക്കുമ്പോൾ നല്ലൊരു കളറും കിട്ടും. ഞാനിതിൽ അരപ്പ് റെഡിയാക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതായത് മോരിൻ്റെ ടേസ്റ്റാണ് ഈ കുമ്പളങ്ങ കറിയിൽ മുമ്പിട്ട് നിൽക്കുന്നത്, കുമ്പളങ്ങയുടെയും മോരിൻ്റെയും ടേസ്റ്റ്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ തന്നെ നല്ല ഇഷ്ടമാവും. ഇവിടെ എൻ്റെ മോൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് നോക്കണേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് വേറൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.